ED കേരളത്തിലെ വിജിലൻസ് പൂട്ടിക്കഴിഞ്ഞു. കേരളത്തിലുണ്ടായ ഒരു സംഭവം, ED അനീഷ് ബാബു എന്ന ഒരാളെ, കശുവണ്ടി കച്ചവടക്കാരനെ എതിരായിട്ടൊരു നടപടിയെടുത്തു. അയാളെ ED നോട്ടീസ് കൊടുത്തു, വിളിച്ചു വരുത്തി കഴിഞ്ഞ വർഷം. അങ്ങനെ അയാൾ എറണാകുളത്ത് വന്നു. അതിനുശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം പണ്ട് അങ്ങേര് ചെയ്ത കശുവണ്ടി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ റെക്കോർഡുകളൊക്കെ ഹാജരാക്കാൻ പറഞ്ഞു. കാലഹരണപ്പെട്ട റെക്കോർഡുകളൊക്കെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിട്ടു. അത് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴ് ഒരു ഏജൻറ്റ് അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടു. എറണാകുളത്തുള്ള തമ്മനം സ്വദേശി വിൽസൺ, കൂടെ മുരളി മുകേഷ് എന്ന് പറഞ്ഞ രാജസ്ഥാൻകാരൻ. വിൽസൺ പറഞ്ഞ് പ്രശ്നം തീർക്കാം, അത് 2 കോടി രൂപ വേണം, കൈക്കൂലി കൊടുത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നം തീരും. 8-10 കോടി രൂപ വെട്ടിച്ചെന്നുള്ള ആരോപണമാണ്. ആ കൊല്ലംകാരൻ കശുവണ്ടി വ്യവസായി, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട 2 കോടിക്ക് തീർക്കും. ഇടനിലക്കാർ ഇത് തട്ടിച്ചെടുക്കുന്ന ഉള്ളൊരു തന്ത്രമാണെന്ന് അദ്ദേഹത്തിന് തോന്നി, അനീഷ് ബാബുവിന്. അനീഷ് ബാബു പറഞ്ഞ്, ഇപ്പോൾ അതിനെ സംബന്ധിക്കുന്ന വേറെ പുതിയ നോട്ടീസൊന്നും എനിക്ക് വന്നിട്ടില്ലല്ലോ, അത് നമ്മൾ ഇന്നലെ സംസാരിക്കും, നാളെ നിങ്ങൾക്ക് ആ നോട്ടീസ് കിട്ടും. അതുപോലെ അടുത്ത ദിവസം നോട്ടീസ് കിട്ടി. അപ്പോൾ ഇടനിലക്കാരൻ പറഞ്ഞ അനുസരിച്ചല്ലേ നോട്ടീസ് വന്നത്, സംശയമൊന്നുമില്ല. അപ്പം EDയിലെ ആൾക്കാർക്ക് അതിനകത്ത് പങ്കുണ്ട്. കൈക്കൂലി വാങ്ങിച്ച് നടക്കുന്ന തമ്മനം ഇടനിലക്കാരനായി നടക്കുന്ന തമ്മനം സ്വദേശി വിൽസൺ ആണിത് പറഞ്ഞത്. അയാളുടെ കൂട്ടുകാരൻ രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷിയുടെ രംഗത്ത് വന്നു. മുരളി മുകേഷിൻ്റെ ബോംബെയിലുള്ള അക്കൗണ്ടിലെ 2 കോടി ഇടാനാണ് പറയുന്നത്. അത് ഹവാല വഴി ED ജീവനക്കാർക്ക് കിട്ടും. എന്തൊരു തട്ടിപ്പും തന്ത്രമാണത്! ഇന്ത്യയിലെ ഏറ്റവും മുന്തിയ ഒരു അന്വേഷണ ഏജൻസി എന്നൊക്കെ നാം കരുതിയിരുന്ന ED അങ്ങ് ചുരുങ്ങി താഴോട്ട് പോയി. അതാണ് ഇതിന്ന് മനസ്സിലാകുന്നത്. നമുക്കത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അവർ കൈക്കൂലി ചോദിച്ച് കള്ളമാണെന്ന് പറയാം. പക്ഷേ 1 വർഷം മുമ്പ് തനിക്ക് കിട്ടിയ നോട്ടീസ് അതിപ്പോൾ ആക്റ്റീവ് അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നാളെ തന്നെ നോട്ടീസ് അയക്കും, നാളെ വരും നിങ്ങൾക്ക് നോട്ടീസ്, അല്ലെ നാളെ അയക്കാം. അടുത്ത ദിവസം നോട്ടീസ് വന്നു. ഇടനിലക്കാരൻ അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് ഉറപ്പായി. അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം ആ ഓഫീസിൽ പോയി അതിനെ ഭീഷണിപ്പെടുത്തി. ആരാണ് ഈ വിളിപ്പിച്ച? അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അയാൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈക്കൂലിയുടെ കാര്യത്തിലെ പറ്റി അറിവ് അയാൾക്കുണ്ടെന്ന് മനസ്സിലായി. ആ സമയത്ത് ആ വഴി ആ ഓഫീസിൽ കൂടെ തമ്മനം വിൽസൺ കടന്നുപോയത് കണ്ടു. അതുപോലെ തന്നെ മറ്റൊരാൾ മുരളി മുകേഷിനെ ഒരിക്കൽ കണ്ടു. എങ്ങനെയാണ് തൻ്റെ നമ്പരൊക്കെ ഇയാൾക്ക് കിട്ടിയതെന്നുള്ള മനസ്സിലായപ്പോഴാണ് 3-ാം സ്ഥാനക്കാരൻ നിൽക്കുന്നത് അവിടെയുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എറണാകുളത്തെ. അത് രഞ്ജിത്ത് വാര്യർ, അയാളും ഇടനിലക്കാരനാണ്. വിജിലൻസിനെ അറിയിച്ചു. 2 ലക്ഷം രൂപ ഉടനെ കൊടുക്കണം, 50,000 രൂപ വേറെ അക്കൗണ്ട് ഇടണം. 2 കോടി രൂപ 50 ലക്ഷത്തിൻ്റെ 4 ഇൻസ്റ്റാൾമെൻ്റായിട്ട് ബോംബെ അക്കൗണ്ടിൽ മുരളി മുകേഷിന് പറഞ്ഞ് അയാൾ തരുന്ന അക്കൗണ്ടിൽ ഇടണം. അങ്ങനെ 2 കോടി അവിടെ വരും. ആ ഓഫീസിൽ ഇയാളെ ചോദ്യം ചെയ്യും. ആ സമയത്ത് ഇയാൾക്കൊരു അനുഭവം ഉണ്ടായി. വാദി അനീഷ് ബാബു അവിടെ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യത്തെപ്പറ്റി അയാൾ ചോദ്യം ചെയ്യുമ്പോൾ ആ വഴി 2-ാം നിലയിൽ 2 മാന്യന്മാർ കയറിപ്പോയി. അത് അവിടുത്തെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർമാരാണ്. അന്ന് ഒരാളുടെ പേര് രാധാകൃഷ്ണൻ. അയാൾ മുകളിലോട്ട് പോകുമ്പം ഇയാളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ചോദ്യം ചെയ്യലിൽ നിന്നു, മുകളിലോട്ട് കയറി ചെന്നു. ഈ കേസിൻ്റെ വിവരങ്ങളൊക്കെ അങ്ങേര് ചോദിക്കുകയാണ്. ചോദിച്ച് കുറച്ച് കഴിയും അതേപോലെ തറേ ഇരിട എന്ന് പറഞ്ഞു, അവഹേളിച്ചു. അയക്കതിന് സംശയമായി. ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്നവരാണ് ഇവരെല്ലാം.
ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അതിഥികളാണ് ഇവരെല്ലാം. GST കൊടുക്കുന്നവരാണ് കോടിക്കണക്കിന് രൂപ. തറയിൽ ഇരിയിടാന്ന് പറയും. മാനമായിട്ട് ഇരുത്താൻ പറ്റിയില്ല. ആരെ അങ്ങനെയല്ലേ ഇരുത്താവുള്ളൂ. ആരാണ് ഈ ED? തറയിൽ ഇരിയിട എന്ന് പറഞ്ഞു. അതിനുശേഷം അയാളുടെ സഹപ്രവർത്തകൻ മറ്റൊരു ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ, അയാളും ഇയാളെ ഭീഷണിപ്പെടുത്തി. രണ്ടുപേരും കൂടിയായി ആ യൂണിറ്റ് ഒന്നടങ്കം കൈക്കൂലിക്ക് പിന്നിലുണ്ട് എന്ന് ഉറപ്പായി. ഇവരെ വിജിലൻസിനെ അറിയിച്ചു. വിജിലൻസ് SP ശശിധരൻ IPS അദ്ദേഹത്തിനെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ DYSP-യെ അറിയിച്ചു. അതിശക്തമായ നടപടിയെടുത്തു. 2 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു. കൊടുത്ത് ട്രാപ്പിലായി. അങ്ങനെ കേരളത്തിലെ ചുണക്കട്ടന്മാരായ വിജിലൻസുകാർ അവർ വിൽസനെ അറസ്റ്റ് ചെയ്തു, മുരളി മുകേഷിനെ അറസ്റ്റ് ചെയ്തു. അവരുടെ ഇടനിലക്കാരനായ ഇവരെ നമ്പരൊക്കെ സംഘടിപ്പിച്ച് കൊടുത്ത ഇടനിലക്കാർക്ക് കൊടുത്ത ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് രഞ്ജിത്ത് വാര്യരെ അയാളെ അറസ്റ്റ് ചെയ്തു. 3 പേരെ അറസ്റ്റിലായി. ഫിനോപ്തലിൻ പൊടിയിട്ടാണ് പിടിച്ചത്, ചുമ്മാ പിടിക്കുകയല്ല. കൊടുത്ത പൈസ വാങ്ങിച്ച് കൈപ്പറ്റി. ഇടനിലക്കാരനായി രഞ്ജിത്ത് വാര്യറുണ്ട്. EDയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ തീർച്ചയായിട്ടും പ്രതിയാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണല്ലോ, അദ്ദേഹമാണല്ലോ അടുത്ത ദിവസം 14-ാം തീയതി ഒരു നോട്ടീസ് അയച്ചത്. ഇവരുമായിട്ട് റാപ്പോർട്ടെന്ന് ഉറപ്പാണല്ലോ. ബോംബെയിലെ വിവരങ്ങളൊക്കെ വിജിലൻസ് എടുത്തിട്ടുണ്ട്. മുരളി മുകേഷിൻ്റെ അവിടുത്തെ അക്കൗണ്ട് ആരുടെ പേരിൽ, ആ പണം എങ്ങോട്ട് പോകുന്നു, അത് ഹവാലയ്ക്ക് വിദേശത്തേക്ക് ആ പണം പോവും, അവിടുന്ന് നമുക്ക് പണം കിട്ടും. എന്തൊരു തട്ടിപ്പാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കേസിനകത്ത് ഡെപ്യൂട്ടി ഡയറക്ടർമാർ 2 പേരെയും പ്രതിയാക്കണം. കേരളത്തിലെ വിജിലൻസ് ആ നിയമപരമായി ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് ഞാൻ പറയണത്. അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമല്ല, ആ ഡെപ്യൂട്ടി ഡയറക്ടർമാർ 2 പേരും ഈ കൈക്കൂലി കൊടുത്ത വാങ്ങണമെന്ന് നിർബന്ധിച്ച അനീഷ് ബാബുവിനെ തറയിലിരിക്കട എന്ന് പറഞ്ഞത് ഇയാളുടെ മേലധികാരി, അസിസ്റ്റന്റ് ഡയറക്ടറുടെ മേലധികാരിയാണ്, ഡെപ്യൂട്ടി ഡയറക്ടറാണ്. രാധാകൃഷ്ണൻ എന്നാണ് പേര്. അതുപോലെ തന്നെ മറ്റൊരു ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ. 2 പേർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. അതുകൊണ്ട് അവരെ 2 പേരെ അടിയന്തരമായിട്ട് പ്രതിസ്ഥാനത്ത് കൊണ്ടുവരണം. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിലെ ED ആയാലും ശരി CBI ആയാലും ശരി, ഒരു ലോക്കൽ SHOയുടെ പവർ എന്താണെന്ന് അറിയണം. ഇത് വിജിലൻസിൻ്റെ പവറാണ് SP ശശിധരൻ കാണിച്ചത്. ലോക്കൽ SHOയ്ക്ക് ഇന്ത്യയിലെ ഏത് ഏജൻസി CBI ആയാലും അന്വേഷിച്ചാലും ED അന്വേഷിച്ചാലും ഇന്ത്യയിലെ ഏത് ഏജൻസി അന്വേഷിച്ചാലും ഏത് ലോക്കൽ SHOയുടെ കീഴിലാണ് ആ കുറ്റം വരുന്നത്, അത് കളവായിട്ട് ഒരു കേസ് ചാർജ് ചെയ്ത് വേറൊരാളെ കുറ്റചാർജ് കൊടുത്താൽ ആ SHOയ്ക്ക് നടപടി എടുക്കാൻ ഇന്ത്യയിൽ അധികാരമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രൈമറി കേസ് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം, ഏത് ഒഫൻസിൻ്റെ ഉത്തരവാദിത്തം SHOയ്ക്കാണ്. ഇന്ത്യൻ നിയമം അങ്ങനെയാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് VNNS അതിന് ഇപ്പോഴത്തെ അധികാരം നൽകിയിരിക്കുന്നത്. ഏത് കേസും CBI അന്വേഷിച്ചാലും ED അന്വേഷിച്ചാലും NIA അന്വേഷിച്ചാലും അതിൻ്റെ ബേസിക്കായിട്ട് ഒഫൻസ് എവിടെ നടന്നോ ഇന്ത്യയിൽ, അവിടുത്തെ SHOയ്ക്ക് വളരെയധികം പവേഴ്സുണ്ട്. ആ SHOയുടെ ഏരിയയിൽ നടന്ന ഒരു കേസ് അത് മലീഷ്യസായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഒരു ഏജൻസി ചാർജ് ഷീറ്റ് കൊടുത്താൽ, ആ ഏജൻസി കള്ളമായിട്ട് ഞങ്ങളുടെ പേരിൽ ചാർജ് ഷീറ്റ് കൊടുത്തു എന്ന് അത് സത്യമാണെങ്കിൽ SHOയ്ക്ക് അവരുടെ പേരിൽ കേസെടുത്ത് കുറ്റചാർജ് അവരെ അറസ്റ്റ് ചെയ്യാം. ഇവിടെ വിജിലൻസ് അത് തന്നെ നടക്കുന്നത്. ED ആയാലും ആരായാലും ശരി, ഒരാൾ കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചു, ആ കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചതിൻ്റെ ആരൊക്കെയാണ് അത് താഴെ മുതൽ മുകളിലുള്ള യൂണിറ്റ് ഹെഡ് വരെ അറിഞ്ഞിട്ടാണ് 2 കോടി, നിസ്സാര സംഖ്യയല്ല, 2 കോടി. അത് ഈ കേരളത്തിലെ വിജിലൻസ് SP-ക്ക് അല്ലെങ്കിൽ വിജിലൻസ് DYSP-ക്ക് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിലേക്കുള്ള എവിഡൻസ് വന്നു കഴിഞ്ഞു. ഇതുവരെ ധാരാളം എവിഡൻസ് ഇവരുടെ എല്ലാവരുടെയും പേര് വന്നു. കൊടകര കേസിനകത്ത് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് അന്വേഷിച്ച് ഇതിൻ്റെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ വിനോദ് കുമാർ. അപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ വിജിലൻസ് കേസിനകത്ത് കൈക്കൂലിക്ക് വാങ്ങാൻ ശ്രമിച്ചത് ആ യൂണിറ്റ് ഒന്നാകെയാണ്. 2 ഡെപ്യൂട്ടി ഡയറക്ടർമാരും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും രഞ്ജിത്ത് വാര്യർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും അവരുടെ ഏജൻറ്റുമാരായ തമ്മനത്തുകാരൻ വിൽസനും രാജസ്ഥാൻകാരൻ
പണം ആരുടെ പേരിൽ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞ മുരളി മുകേഷ്. അപ്പോൾ ഇവർ 6 പേരും പ്രതിയാകണം. കാരണം അത് ED ആണ്, CBI ആണെന്നും പറഞ്ഞ് വിജിലൻസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായ എവിഡൻസും കൃത്യമായ ട്രാൻസാക്ഷനും കൃത്യമായ രീതിയിലുള്ള ഡിമാൻഡ് ഓഫ് മണിയും അതുവരെ ഏറ്റവും താഴെക്കടയുള്ള 3 പേരെ പൊടിയിട്ട് പിടിച്ചിരിക്കുന്നു. ഇനി അതിലേക്കൊന്നും ചിന്തിക്കാനില്ല. ഏതായാലും SP ശശിധരനെയും ആ DYSPയും ആ യൂണിറ്റിനെയും അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. കാരണം ഇന്ത്യയിൽ ഇത് നമ്മൾ ഏത് ഏജൻസി ആയാലും ശരി, കളവായിട്ട് വേറൊരാളെ പ്രോസിക്യൂട്ട് ശ്രമിച്ചാൽ ആ ഒഫൻസ് എവിടെ നടന്നോ അവിടുത്തെ SHOയ്ക്ക് പരാതി കൊടുത്താൽ അയാൾക്ക് ഇവർക്കെതിരായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ കേസെടുക്കാനുള്ള പ്രൊവിഷൻ ഇന്ത്യയിലുണ്ട്. അങ്ങനെയാണ് ഇന്ത്യൻ നിയമം പോകുന്നത്. ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നു അതാണ്. അതിൻ്റെ ഫാബ്രിക്കേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ വിജിലൻസിൻ്റെ ഈ നീക്കം അവരെ 2 ഡെപ്യൂട്ടി ഡയറക്ടർമാരെയും അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരെയും കൂടെ അറസ്റ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് കൊടുക്കണം. കാരണം ആ കൈക്കൂലി വാങ്ങാൻ പ്രേരിപ്പിച്ച യൂണിറ്റ് ഹെഡുകളാണ്. ചുമ്മാ വാക്കുകൊണ്ട് പറഞ്ഞതല്ല. അതിന് വേറെ സംവിധാനമുണ്ട്. ബോംബെയിൽ അവിടുത്തെ ബാങ്കിലെ ബിനാമി അക്കൗണ്ടുണ്ട്. അത് രാജസ്ഥാൻകാരൻ്റെ പേരിലാണ്. അവിടെ ഇന്ന് വരെ അക്കൗണ്ടിലെ പണം എങ്ങോട്ട് പോയെന്ന് കേരളത്തിലെ വിജിലൻസ് കണ്ടെത്തണം. അത് പല വിദേശ രാജ്യത്തിലും ഹവാല പണമായിട്ടാണ് പോയിരിക്കുന്നത്. എങ്ങനെയാണ് ആ EDയുടെ ആ നീക്കമൊന്നും കൃത്യമായി. ഇതുപോലെ ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ഓരോ ഓഫീസർമാരും EDയിൽ വരാൻ പാടില്ല. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കേരള പോലീസും ശ്രദ്ധിക്കണം ആ കാര്യത്തിൽ. അങ്ങനെയുള്ളവർക്കെതിരായിട്ട് ശക്തമായ നടപടിയുടെ തുടക്കം തന്നെയാണ് ഇപ്പോൾ എറണാകുളം വിജിലൻസ് ചെയ്തിരിക്കുന്നത്. ഏതായാലും വിജിലൻസ് SPയെയും അദ്ദേഹത്തിൻ്റെ ടീം DYSPയും ആ ടീമിനെയും അവർ കൃത്യമായി നടപടിയെടുത്തതിനെ അഭിനന്ദിക്കുന്നു. രണ്ടാമത് അവർ ബോൾഡായിട്ട് നിൽക്കണം. അവർ ഭീരുവാകാൻ പാടില്ല. രാഷ്ട്രീയമായി അവരുടെ മേലെയുള്ള സമ്മർദ്ദം അത് അതിജീവിച്ചുകൊണ്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായതുകൊണ്ട് ഒരു ഭയവും കൂടാതെ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ പറയുന്നത്.